നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയത്തിനുള്ളിൽ കൃത്യമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള സൂചനയാണ് പുറത്തുവിടുന്നത്. അതുമാത്രമല്ല, അനധികൃതമായിട്ടുള്ള മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് മദ്യലോബികളെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിരവധി തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് ED നോട്ടീസ് അയച്ചത്. 7 തവണ. അതിൽ ഒരു തവണ പോലും അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാൻ അവിടെ ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹം വലിയ തോതിൽ അതിനെ തടഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെതിരെയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയപരമായി കോൺഗ്രസും ഈ കാര്യത്തിൽ അനധികൃതമായി കെജ്രിവാളിനെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു. കെജ്രിവാളിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കൂടി ധാർമ്മിക ഉത്തരവാദിത്തമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഇത്തരത്തിൽ, അതായത് ശത്രുക്കൾ എന്ന രീതിയിൽ BJPക്കെതിരെ നിൽക്കുന്ന പാർട്ടികളെയൊക്കെ ഇതിനകത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അവരെയൊക്കെ ഉപദ്രവിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള സിദ്ധാന്തത്തെ തടുക്കുക എന്നുള്ള രീതിയാണ്. അവിടെ ഒറ്റക്കെട്ടായി തടുക്കുക. എല്ലാ രീതിയിലും ഇത്തരത്തിലുള്ള എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ഈ പിടിമുറുക്കലിനെ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെ സംഘടിപ്പിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് വരിക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഡൽഹി മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മനീഷ് സിസോദിയുമായി ബന്ധപ്പെട്ട കാര്യവും നേരത്തെ സത്യേന്ദ്ര ജെയിനുമായി ബന്ധപ്പെട്ട കാര്യവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിസോദിയക്കെതിരെ അതിശക്തമായിട്ടുള്ള നീക്കമാണ് നടത്തിയത്. ഇവിടെ കെജ്രിവാളിനെതിരെ പിടിമുറുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നത് തീർച്ചയായും ആം ആദ്മിയെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസ് കൊടുത്തൊരു ഉറപ്പാണ്, ഏത് ദുർഘടഘട്ടത്തിലും ഇന്ത്യ മുന്നണിക്കൊപ്പമുള്ള ആം ആദ്മിയെ കൈവിടുകയില്ല. ഇന്ത്യ മുന്നണിയുടെ കൂട്ടുകാരായിട്ടുള്ള എല്ലാവർക്കും അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം പകർന്നു കൊടുക്കാൻ, പിന്തുണ പകർന്നു കൊടുക്കാൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ തലത്തിൽ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ ഈ കാര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം തന്നെ രാജ്യവ്യാപകമായി തന്നെ ഉണ്ടാകാനിടയുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് എന്ത് രീതിയിലുള്ള ഒരു നീക്കം നടന്നാൽ പോലും അതിനെ അതിശക്തമായി നഖശികാന്തം എതിർക്കാനുള്ള കെൽപ്പ് ഇന്ന് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനെ അങ്ങനെ ചെറുതായി കാണാൻ BJPക്ക് കഴിയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്നും. അതിനകത്തൊന്നും ഒരു മാറ്റവുമില്ല. BJP 1980കളിൽ ശക്തി പ്രാപിച്ച പാർട്ടി. കോൺഗ്രസ് അതിനു മുമ്പേ തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എത്രയോ തവണ വിജയിച്ച് കയറിയ പാർട്ടി. തൽക്കാലം ഒന്ന് തളർന്നു എന്ന് വിചാരിച്ച് ആനയെ മെലിഞ്ഞെന്ന് പറഞ്ഞ് തൊഴുത്തിൽ കെട്ടാൻ കഴിയില്ല എന്നൊരു പഴയ ശ്ലോകമുണ്ട്. അതുപോലത്തെ ഒരു രാഷ്ട്രീയ നീക്കം. അതുകൊണ്ട് കോൺഗ്രസിനെ അങ്ങ് മെലിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഒതുക്കിക്കളയാം എന്ന് വിചാരിക്കേണ്ട. ആം ആദ്മി പാർട്ടിക്കുള്ള ധാർമ്മിക പിന്തുണയുമായി തന്നെയാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്.